പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളുടെ രാജ്ഞിയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലാം. കലഹങ്ങളും വൈരാഗ്യങ്ങളും കാരണം തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ ഒട്ടിച്ചേരാനും, വേർപിരിഞ്ഞു കഴിയുന്ന ദമ്പതികൾ ഒന്നിക്കാനും, കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ ലഭിക്കാനുമായി ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. വിഭജനത്തിൻ്റെ ശക്തികൾക്ക് മേൽ സ്നേഹത്തിൻ്റെ വിജയം അമ്മയുടെ മാധ്യസ്ഥം വഴി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിളനിലമായ നസ്രത്തിലെ തിരുകുടുംബത്തെ നമുക്ക് ധ്യാനിക്കാം. ദാരിദ്ര്യത്തിലും പലായനത്തിലും കഷ്ടപ്പാടുകളിലും ഈശോയും മറിയവും യൗസേ പിതാവും പരസ്പരം താങ്ങും തണലുമായിരുന്നു. ആ വലിയ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ. അനാവശ്യമായ വാശികളും അഹങ്കാരവും വെടിഞ്ഞ് പരസ്പരം മനസ്സിലാക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കട്ടെ. നമ്മുടെ വീടുകൾ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി മാറട്ടെ. സ്നേഹത്തിൻ്റെ മാതാവേ, കൃപാസനം രാജ്ഞി, പരസ്പരം കലഹിച്ചും തെറ്റിദ്ധരിച്ചും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഇടയിലുള്ള കൈപ്പേറിയ ഓർമ്മകളും വെറുപ്പും നീക്കിത്തരണമേ. പരസ്പരം ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് അവർക്ക് നൽകണമേ. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ബന്ധങ്ങളെ അമ്മയുടെ കരുണയാൽ രക്ഷിക്കണമേ. മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലോ ദുഷ്പ്രേരണയോ കാരണം തകരുന്ന ബന്ധങ്ങളിൽ ദൈവികമായ സംരക്ഷണം നൽകണമേ. അവർ തങ്ങളുടെ വിവാഹ വാഗ്ദാനം ഓർക്കാനും വീണ്ടും സ്നേഹത്തിൽ ഒന്നിക്കാനും ഇടയാക്കണമേ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തകർന്ന ദമ്പതികളെ, ദാമ്പത്യ ജീവിതം തകർന്ന ദമ്പതികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, സ്വത്ത് തർക്കങ്ങൾ, പാരമ്പര്യമായി നിലനിൽക്കുന്ന ശത്രുതകൾ, ചെറിയ പിണക്കങ്ങൾ എന്നിവ കാരണം സംസാരിക്കാതെ കഴിയുന്ന സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ഹൃദയത്തിലെ കടുപ്പം നീക്കി സ്നേഹത്തിൻ്റെ ഉറവ ഒഴുക്കണമേ. വർഷങ്ങളായി അകന്നു കഴിയുന്ന മക്കളും മാതാപിതാക്കളും തമ്മിൽ അനുരഞ്ജനപ്പെടാൻ വഴിയൊരുക്കണമേ. കുടുംബത്തിൽ വിഭജനമുണ്ടാക്കുന്ന ദുഷ്ടശക്തികളെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പുറന്തള്ളുന്നു. കുടുംബാംഗങ്ങളെല്ലാവരും ഒരേ സ്നേഹത്തിൽ ഒരുമിച്ച് വസിക്കുന്നത് കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന് രാജ്ഞി, ഞങ്ങളുടെ വീടുകളിൽ എപ്പോഴും ബഹളങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന സാഹചര്യം മാറ്റണമേ. പരസ്പരം കുറ്റപ്പെടുത്താതെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമെന്ന സത്യം ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. മാതാപിതാക്കളെ ബഹുമാനിക്കാനും മക്കളെ സ്നേഹിക്കാനുമുള്ള കൃപ ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണ വലയം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.